പ്രീ പെയിന്റഡ് ഗാൽവാലിയം ആണ്. ഗാൽവാലിയം മെറ്റീരിയൽ ആണ്. അലൂസിങ് കോട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത്. മെറൂൺ റെഡിലാണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് വരുമ്പോൾ റെഡ് കളർ, മാറ്റ് കോഫി ബ്രൗൺ, ഇത് മാറ്റ് ഗ്രേ കളർ ആണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. റിംഗിൾ അല്ല, മാറ്റ് ഫിനിഷ്. ടീക്ക് വുഡ് ആണ്. വുഡൻ ഫിനിഷ് ആണ് ഇപ്പൊ കറന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള കളർ. വുഡൻ ഫിനിഷ് ആണ്. അത് ഇന്റീരിയലിനായാലും എക്സ്റ്റീരിയലിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ റൂഫിംഗ് ഷീറ്റ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ പോകുന്ന, അതല്ലെങ്കിൽ ഒരു ആസ്തറ്റിക് ലുക്ക് ഒക്കെ ആൾക്കാർ നോക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്ന പുതിയ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത പുതിയ പ്രൊഡക്റ്റ് ആണ് റൂഫിംഗ് ഷീറ്റ്, റൂഫിംഗ് പാനൽസ്. അവരുടെ ഒരു വീട് പണിത് അതിന്റെ റൂഫിംഗിൽ ചെയ്യാൻ ട്രസ് വർക്ക് ചെയ്ത് തന്നിടത്താണ് റൂഫിംഗ് ഷീറ്റുകളെ കുറിച്ച് അന്വേഷിക്കുന്നത്. അതുപോലെ വർക്ക് ഏരിയ അല്ലെങ്കിൽ ഫ്രണ്ടേജ് കവർ ചെയ്യാൻ കാർ പോർച്ചിന്റെ അവിടെ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എക്സ്പീരിയൻസ് സെന്റർ ദേവ സ്റ്റീൽസ് എന്ന് പറഞ്ഞ മാനുഫാക്ചേഴ്സിന്റെ ആണ്. ഇവരുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് പ്രൊഡക്ട്സുകളാണ്. ഇതിന്റെ എല്ലാ പ്രൊഡക്ട്സുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിശോധിക്കാവുന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു ആഷ്ടെൻസ് കോൺസെപ്റ്റ്സ്. എറണാകുളം NH ബൈപ്പാസ് പാലാരിവട്ടവും വൈറ്റേലും ഇടയിലുള്ള വൈശാലി ജംഗ്ഷനിലാണ് ദേവ സ്റ്റീൽസിന്റെ ഡിസ്പ്ലേ സെന്റർ. ഞാനിവിടെ വന്ന് എല്ലാം കണ്ടായിരുന്നു. അതായത് ഒരു റൂഫിംഗ് ഷീറ്റിന് വേണ്ടിയുള്ളതും പാനലിന് വേണ്ടിയുള്ള ശരിക്കും എന്താണ് ഇത്? എക്സ്പീരിയൻസ് സെന്റർ ആണ് ദേവ സ്റ്റീൽസിന്റെ. ആക്ച്വലി നമ്മുടെ ഫാക്ടറി എല്ലാം വരുന്നത് കോയമ്പത്തൂരാണ്. നമ്മൾ റൂഫിംഗ് ഷീറ്റ് സെഗ്മെന്റ് എല്ലാ ടൈപ്പ് ഓഫ് ടൈലുകളും റൂഫിംഗ് സെഗ്മെന്റിൽ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത് റൂഫ് ട്രഫോർഡ്, ടൈൽ പ്രൊഫൈൽസ്, ക്ലാഡിംഗ് പ്രൊഫൈൽസ്, സ്മാർട്ട് ക്ലാഡ്, പിന്നെ രണ്ട് മൂന്ന് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇൻവെന്റ് ചെയ്യുന്നുണ്ട്. അത് ഓൺ ഗോയിങ് പ്രോസസ്സിലാണ്. നമ്മൾ ഈ വീഡിയോന്റെ എൻഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ കമ്പനിയിൽ നമ്മുടെ റൂഫിംഗ് സെഗ്മെന്റിൽ തന്നെ 3 കീ പോയിന്റ്സ് ആണ് നമ്മുടെ. അതായത് 3 പ്രൊഫൈൽസ് ആണ് നമുക്ക് വരുന്നത്. ആദ്യത്തെ പ്രൊഫൈൽ വന്നിട്ട് ഡ്യൂൺസ് പ്രൊഫൈല്, ഇത് സ്കൈ ടൈല്, ഇത് സ്പാനിഷ് ടൈല്. ഇത് കളേഴ്സ് എത്ര ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് ഇപ്പോൾ? നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഒരു മോർ ദാൻ 7 കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓരോ പ്രൊഫൈലും നമുക്ക് എല്ലാം ഒറ്റ റോ മെറ്റീരിയൽ എല്ലാം ചെയ്യുമായിരിക്കും. നമുക്ക് എല്ലാം പല പ്രൊഫൈലിൽ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചെയ്തിരിക്കുന്നത് മാറ്റ് മെറൂൺ റെഡിലാണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് വരുമ്പോൾ റെഡ് കളർ. അതേപോലെ തന്നെ ഇത് കണ്ടില്ല, ഇത് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇത് മാറ്റ് കോഫി ബ്രൗൺ, ഇത് മാറ്റ് ഗ്രേ കളർ ആണ് വരുന്നത്. ഇതിന് റിംഗിൾ ഫിനിഷ് എന്നും കൂടി പറയും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതൊരു റിംഗിൾ ഷെയ്ഡ് ആണ് വരുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് ഒരു യൂറോപ്യൻ ടെക്സ്ചർ നമുക്ക് യൂറോപ്യൻ സ്റ്റൈൽ വീടുകൾക്കൊക്കെ ഈ ഒരു പാറ്റേൺ കൊടുക്കണമല്ലോ. പിന്നെ ഈ ഒരു ഷെയ്ഡും കൊടുക്കാറുണ്ട് കേട്ടോ. 2 ഷെയ്ഡ് നല്ല ചോയ്സ് ആണ്. പിന്നെ അതേപോലെ ഇപ്പൊ ഒരു വുഡൻ ടെക്സ്ചർ ആണ് നോക്കുന്നതെങ്കിൽ കസ്റ്റമേഴ്സിന് നമുക്ക് ഇത് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇത് കൊള്ളാം. ഇതും ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. റിംഗിൾ അല്ല, മാറ്റ് ഫിനിഷ്. ഇത് റിംഗിൾ അല്ല, മറ്റേത് ഒരു തരിതരി റിംഗിൾ ഷേപ്പ് ഫിനിഷ് ഉണ്ടാവും. ഓക്കെ, ഇത് ഗ്ലോസി ഫിനിഷ് ആണ്. നമുക്കത് ഒരു ഈ കളേഴ്സ് ഒക്കെ അവരുടെ എക്സ്റ്റീരിയർ എങ്ങനെയോ അതിനനുസരിച്ച് ഔട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതും അതൊരു ടീക്ക് വുഡ് ആണ്. യൂഷ്വലി നമുക്ക് നോർമലി ഗാൽവാലിയത്തിലല്ലാതെ നമുക്ക് തന്നെ ഈ സ്പാനിഷ് ടൈലിന്റെ സെയിം പ്രൊഫൈലിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഐറ്റമാണ് UPVC അൺപ്ലാസ്റ്റിസൈഡ് വിനൈൽ ക്ലോറൈഡ് എന്ന് പറയും. ഇത് നമുക്ക് വരുന്ന പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിന് പറയുന്ന പേര് വന്നിട്ട് UPVC ടൈൽ പ്രൊഫൈൽ ഷീറ്റ് എന്നാണ്. സ്പാനിഷ് ടൈൽ നമുക്കിത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്രൗൺ കളർ, ബ്രിക്ക് റെഡ് കളർ, അതേപോലെ റെഡ് കളർ, സിൽവർ ഗ്രേ, പിന്നെ സാധാ ഗ്രേ കളർ. നമുക്കൊരു 20-25 വർഷം വാറന്റി വരെ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതും UPVC ഗ്രീൻ കളർ ഷെയ്ഡ് ആണ് വരുന്നത്. നമ്മളിത് എല്ലാ സെഗ്മെന്റിലും നമുക്കിത് യൂസ് ഫ്രണ്ട്ലി ആണ്. കളേഴ്സ് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കളേഴ്സ് ആണ് എല്ലാവരും. ടൂൺസ് പ്രൊഫൈലാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ട പോലെ. ഇത് ഗ്ലോസി ഫിനിഷിലും മാറ്റ് ഫിനിഷിലും അവൈലബിൾ ആണ്. നമുക്ക് ഗ്ലോസി ഫിനിഷിൽ തന്നെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ്, മാറ്റ് ഫിനിഷിലും അതേപോലെ. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ട് ടച്ച് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് കുറച്ച് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മെറ്റീരിയലിന്റെ ക്വാളിറ്റി ആയാലും കളേഴ്സ് ആയാലും എല്ലാം. ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടല്ലേ? അതെ. കോഫി ബ്രൗൺ, ഇത് ഗ്ലോസി ഫിനിഷ് ആണ്, ഗ്രേ കളർ, ഗ്രേ ടോണിൽ വരുന്നത്. അതെ, നമ്മളിത് നോർമൽ ഒരു കളേഴ്സിന് വേണ്ടിയിട്ടല്ല, നമ്മൾ കളേഴ്സിന് പുറമെ ബ്രാൻഡിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ചും കൂടി.
നല്ല വുഡൻ ഷെയ്ഡ് ആയിട്ടുള്ള അതെ 2 ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ വുഡൻ ഫിനിഷ് നമുക്ക് ഇതിനെ പറയുന്ന പേര് ക്ലാഡിംഗ് എന്നാണ്. നമുക്കിതൊരു വുഡൻ ഫിനിഷിൽ തന്നെയല്ല, നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്ക് ചെയ്യാൻ പറ്റും പ്രൊഫൈല്. വുഡൻ ഫിനിഷ് ആണ് ഇപ്പൊ കറന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള കളർ വുഡൻ ഫിനിഷ് ആണ്. അത് ഇന്റീരിയറിലായാലും എക്സ്റ്റീരിയറിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ടീക്ക് വുഡ് ആണ്, മാറ്റ് റെഡ് വുഡ് ആണ്. ഇത് വാൾനട്ട് വുഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വേറെ കളറുണ്ട്, ഇത് ടീക്ക് വുഡ് ആണ്. മൾട്ടി കളേഴ്സ് ആയിട്ട് സ്ട്രൈക്കിംഗ്. അതെ നമുക്ക് ഇപ്പോ മൾട്ടി കളേഴ്സ് അല്ലാതെ ഗ്ലോസി ഫിനിഷിൽ നമുക്ക് ഗ്ലോസി ഫിനിഷിലും മാറ്റ് ഫിനിഷിലും പ്ലെയിൻ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ കളർ പോലെ നമ്മൾ കുറച്ച് നേരത്തെ റെഡ് കളർ പിന്നെ ഇതിപ്പോ നമുക്ക് എങ്ങനെ ലെങ്ത് എങ്ങനെയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന സൈസ് എന്താണോ അതിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വിത്തിൻ 1 ഡേ നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ തലേദിവസം പറഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ക്ലാഡിംഗ് ഷീറ്റ് പറയുമ്പോൾ നമ്മളിൽ ഇപ്പൊ കറന്റ് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് നമ്മുടെ സ്മാർട്ട് ക്ലാഡ്. അതായത് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്ക്രൂ കാണത്തില്ല. ബാക്കി നമ്മൾ കമ്പയർ ടു നമ്മളിപ്പോ വീഡിയോ കണ്ട ക്ലാഡിംഗ് ഷീറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനകത്തെല്ലാം സ്ക്രൂ കാണാൻ പറ്റുമായിരുന്നു, വിസിബിൾ ആയിരുന്നു. ഇതിന് സ്ക്രൂ ഇല്ല. ഇതിനൊരു മെയിലും ഫീമെയിലും ഉണ്ടോ, നമുക്ക് ഇന്റർലോക്ക് ചെയ്ത് പോയാൽ മാത്രം മതി. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അതെ നമുക്കൊരു എക്സ്റ്റീരിയർ ലുക്കിനായാലും ഇന്റീരിയറിലായാലും നമുക്കിത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആവുന്ന ഒരു മെറ്റീരിയലാണ് ക്ലാഡിംഗ്. അതെ നമുക്ക് കുറച്ച് നാളെ എന്നാലും പക്ഷെ മാർക്കറ്റിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ഇതിന് തന്നെ നമുക്ക് ഗ്ലോസി ഫിനിഷ് ഉള്ള പോലെ തന്നെ വുഡൻ ഫിനിഷും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാറ്റ് ഫിനിഷും നമുക്ക് അവൈലബിൾ ആണ്. മെയിനായിട്ട് ഇപ്പോൾ കറന്റ് നമുക്ക് ഫോൾ സീലിങ്ങിനും അതേപോലെ തന്നെ ഇന്റീരിയറിനും എക്സ്റ്റീരിയറിനും അതേപോലെ തന്നെ നെയിം ബോർഡ് അതേപോലെ എക്സ്റ്റീരിയർ ഒരു പുതിയൊരു ഓഫീസ് അല്ലെങ്കിൽ പുതിയൊരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലൂടെ എക്സ്റ്റീരിയർ വർക്കിനാണ്. ഇപ്പൊ നമ്മുടെ ബിൽഡിംഗ് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ മെറ്റീരിയൽ വെച്ചാണ്, സ്മാർട്ട് കാർഡ് വെച്ചാണ് നമ്മൾ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. പാനലിംഗ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫെൻസിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതെ തീർച്ചയായും. റൂഫിംഗ് ഷീറ്റ് സെഗ്മെന്റിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ പോകുന്ന അതല്ലെങ്കിൽ ഒരു ആസ്തറ്റിക് ലുക്കൊക്കെ ആൾക്കാർ നോക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്ന പുതിയ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത പുതിയ പ്രൊഡക്റ്റ് ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഡീലക്സ് സ്മാർട്ട് റൂഫ് എന്നാണ് പറയുന്നത്. ഇത് 3 ടെക്സ്ചറുകൾ നമുക്ക് ടെക്സ്ചർ അല്ല 3 വേരിയൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെ പറയുന്നത് സ്മൂത്ത് ഫിനിഷ് എന്നാണ്. ഇത് പ്ലെയിൻ ആയിരിക്കും കണ്ടില്ലേ. മെയിൻ ആയിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പയർ ടു നോർമൽ റൂഫിംഗ് ഷീറ്റ് നമുക്ക് അധികം സ്ക്രൂ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. നമുക്കിത് ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ക്ലിപ്പ് ലോക്ക് ആണ്. 1 റൂഫ് ടു അനദർ റൂഫ് നമുക്കൊരു ഇന്റർലോക്കിംഗ് സിസ്റ്റം ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. സ്ക്രൂസ് ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒരു ആഫ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആസ്തറ്റിക് ലുക്കും കിട്ടും, ഒരു യൂറോപ്യൻ ടെക്സ്ചർ ഫീലും കിട്ടും. അപ്പൊ എനിക്ക് ഒരു എന്താണ് പറയുക ഒരു ഡിസൈൻ കണ്ടത് ഈ പാറ്റേൺ ശരിക്കും വെള്ളമൊക്കെ പോകണമെങ്കിൽ താഴേക്ക് നമുക്ക് തീർച്ചയായും നമുക്ക് ഇതിന് വിട്ട് എന്ന് പറഞ്ഞത് 515 mm മാത്രം വരുന്നത്. 0.515 മീറ്റർ മാത്രമാണ് വിട്ട് വരുന്നത്. ഓവർലാപ്പിംഗ് നമുക്കൊരു 416 mm കിട്ടും. അതാകുമ്പോൾ നമുക്കൊരു ഈസി ടു ഇൻസ്റ്റാൾ ആണ്. കൂടി വന്നാൽ നമുക്കൊരു ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അധികം ലെങ്ത് ഇല്ലെങ്കിൽ സിമ്പിൾ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ക്ലീൻ ചെയ്യാനൂടെ റൂഫിംഗ് സാറിന് ചെയ്യാൻ നേരത്ത് കരിയിലകളൊക്കെ വന്നടഞ്ഞ് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരണമെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കാരണം വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. വെള്ളം പോകാനായിട്ട് ഫ്ലോ ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത. അതെ അതേപോലെ വരുന്ന വേറൊരു പ്രൊഫൈലാണ്. ഇതേ പ്രൊഫൈലിൽ തന്നെ നമുക്ക് വേറൊരു പേരാണ്. ഇതിന് ടൈഗർ എന്നാണ് പറയുക, ഡീലക്സ് ടൈഗർ പ്രൊഫൈൽ എന്നാണ് പറയാ. ഇതാകുമ്പോൾ ബേബി റിബുകൾ വേവ്സ് പോലെ ഉണ്ടാവും. അതാണ് മെയിൻ ആയിട്ട്. നമുക്കൊരു എല്ലാം ഇപ്പൊ 3 പാറ്റേൺ ആണ്. ആ 3 പാറ്റേൺ നമുക്ക് 3 പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാം. അവരുടെ എക്സ്റ്റീരിയർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമൈസേഷൻ അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. മാർക്കറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളാണ്. ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഇറക്കുന്ന മെറ്റീരിയലാണ് സാൻഡ്വിച്ച് പാനലും അതേപോലെ തെർമൽ ഇൻസുലേറ്റഡ് ഷീറ്റ്. ഓക്കെ ഈ സാൻഡ്വിച്ച് പാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പേര് പറയുന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടോപ്പിലും ബോട്ടത്തിലും ഓരോ ഷീറ്റുകൾ ഉണ്ടാവും. നടുക്ക് പോളിയുറീൻ ഫോം എന്നൊരു ഫോം ഉണ്ടാവും. മെയിനായിട്ട് ഇതിപ്പോ ഒരു വാൾ പാനലും ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫോം. ചൂടും തണുപ്പും നമുക്ക് ഒരു കോൾഡ് സ്റ്റോറേജ് അതെല്ലാം നമുക്കൊരു ഹോം തിയേറ്റർ ഒക്കെ സെഗ്മെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയ മെറ്റീരിയൽ പ്രൊഡക്റ്റ് ആണ് അത്.
ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മളിത് ട്രേഡ് ചെയ്യുന്നതാണ്. ട്രേഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മൾ അഗെയിൻസ്റ്റ് കസ്റ്റമൈസ്ഡ് ആയിരിക്കും. അതും ഇതിന് ലെങ്ത് നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ ഈ പറയുന്ന കസ്റ്റമറുടെ ലെങ്ത് അനുസരിച്ചിട്ട് കസ്റ്റമർ അഗെയിൻസ്റ്റ് ഓർഡർ നമുക്ക് ചെയ്യുന്നതാണ്. തെർമൽ ഇൻസുലേറ്റഡ്, ഇതിന് നമ്മൾ XLP എന്ന് പറയും. ഷേപ്പിൽ തന്നെ വരാം. നമ്മുടെ നോർമൽ ഷീറ്റിൽ തന്നെ XLP എന്ന് പറഞ്ഞൊരു ഇതാണത്. ഓക്കെ, ഇത് റോൾ ആയിട്ട് വരുന്നത് അല്ലേ? ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയും. ഓക്കെ, അതാണ് ഇത്. നമുക്ക് 6mm, 9mm, 13mm എന്ന ഇതിൽ അവൈലബിൾ ആണ്, തിക്നെസ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കൊരു കോൾഡ് എന്താ പറയാ, നമുക്കൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കോഴി ഫാം അങ്ങനത്തെ വലിയൊരു ഫാക്ടറികളിൽ, ഓപ്പൺ സർഫസുകളിൽ നമുക്കിത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് കമ്പയർഡ് ടു നമുക്കത് മനസ്സിലാവും, നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും. വളരെ നമുക്ക് അവിടെ പോയി നിൽക്കുന്നിട്ട് പുറത്തേക്ക് വരുമ്പോഴും രണ്ടിന്റെ ഫീൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ്? അതെ അതെ അതെ. നമ്മള് ഇത് ആക്ച്വലി മാനുഫാക്ചർ ചെയ്താണ്. നമ്മള് മെഷീൻ അല്ല, മാനുവലി ആണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് കമ്പയർഡ് ടു പഞ്ചിങ്ങിനേക്കാളും കുറച്ചും കൂടിയും ഡ്യൂറബിളും ആയിരിക്കും, ലാസ്റ്റിംഗും ആയിരിക്കും. ഗോപികൃഷ്ണൻ, ഇതിന്റെ റൂഫ് ഷീറ്റിന്റെ താഴെ ഒരു സീലിംഗിന് വേണ്ടിയുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് എന്ത് സെക്ഷൻ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്? ആക്ച്വലി നമുക്കിത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, തിരിച്ചു നോക്കുമ്പോൾ മനസ്സിലായില്ലേ, ഇതൊരു J സെക്ഷൻ ആണ് വരുന്നത്. ഇത് J സെക്ഷൻ ആണ്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈൽ വീടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ താഴെ നിന്ന് ഇപ്പോൾ ഒരു പണ്ടത്തെ പോലെ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ ഫോൾ സീലിംഗ് ഓടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കമ്പയർ ടു നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഫോൾ സീലിങ്ങും അതിനോടൊപ്പം തന്നെ റൂഫിംഗ്, അതല്ലെങ്കിൽ ഓട് വിരിക്കാൻ, ആ പർപ്പസിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് J സെക്ഷൻ. ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ ഇപ്പോൾ ഒരു J സെക്ഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. നമുക്കിതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതൊരു ഈ ഒരു J സെക്ഷൻ ആയതുകൊണ്ട്, ഇതിന്റെ പ്രൊഫൈൽ ഇങ്ങനെ ഈ ഒരു മോഡൽ ആയതുകൊണ്ട് ഇതിന് സാഗ് ചെയ്യാനോ അത് ട്വിസ്റ്റ് ആവാനോ ചാൻസ് വളരെ കുറവാണ്. കമ്പയർഡ് ടു അത് പൈപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എന്താ, നമുക്ക് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. നമുക്കിത് കുറെ വെയിറ്റ് എടുക്കേണ്ട ആവശ്യം, അധികം വെയിറ്റ് ഇല്ല കമ്പയർഡ് ടു ബാക്കിയുള്ള പൈപ്പുകളോ GB പൈപ്പുകളോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. നമുക്കിത് റൂഫിംഗ് ഷീറ്റ് സെഗ്മെന്റ് ആയിട്ട് വരുന്നില്ലെങ്കിലും നമുക്കിത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രീ എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ ഡെക്കിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മെയിൻ ആയിട്ട് കോൺക്രീറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിൽ ഒരു കോൺക്രീറ്റ് പ്രതലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണത്? നമുക്ക് മെയിൻ ആയിട്ട് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആയിരിക്കും. ഷീറ്റ് ലേ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ വെൽഡ് മെഷോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പണ്ടത്തെ പോലെ കമ്പി ചെയ്തതിന് TMT ബാറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം റെഡി മിക്സ് കോൺക്രീറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. മെയിൻ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കൊരു സാധാരണ കമ്പയർഡ് ടു മേസൺറി കോൺക്രീറ്റിനെ വെച്ച് നോക്കുമ്പോൾ 3 മാസം കൊണ്ട് ചെയ്യേണ്ട വർക്ക് നമുക്ക് മെയിനായിട്ട് ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, എപ്പോഴും അന്വേഷിക്കണം ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഐറ്റംസുകൾ? സാധാരണ എല്ലാ ജില്ലകളിൽ നിന്നും എനിക്കിപ്പോൾ കമൻസ് വരാറുണ്ട്, വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട് എവിടെയൊക്കെ ലഭിക്കുക, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്? അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യണത്? നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫാക്ടറി നിന്ന് കോയമ്പത്തൂരാണ്. നമുക്ക് എല്ലാ ദിവസവും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും വണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി നിങ്ങൾ കൺസേൺ ആയിട്ട് ചിന്തിക്കേണ്ട. മെയിനായിട്ട് ഡെലിവറി ചിന്തിക്കേണ്ട. നമുക്ക് വിത്തിൻ ഓർഡർ കൊടുത്താൽ വിത്തിൻ 2 days നമുക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത് പോലെ കോഴിക്കോടുള്ള ഒരു കസ്റ്റമറിനാണെങ്കിൽ അവിടെ നിങ്ങളുടെ കമ്പനിയുടെ വക്താക്കളുണ്ടോ? നമുക്ക് ഡീലർ സെഗ്മെന്റ് ഉണ്ട്. അതല്ല, അതിന് പുറമെ നമുക്ക് ഇൻ കേസ് എൻഡ് കസ്റ്റമർ നമ്മളായിട്ട് മീറ്റ് ചെയ്യാണ്, അല്ല നമുക്ക് എൻക്വയറി തരാണ്, നമുക്ക് ഓർഡർ ക്ലോസ് ചെയ്യാണ്, വിത്തിൻ 2 days നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഡയറക്റ്റ് കസ്റ്റമർക്ക്. ഏത് ജില്ലകളിൽ നിന്ന് ഓർഡർ ഏത് ജില്ലകളിൽ തമിഴ്നാട്ടിലായാലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ എന്നോട് നേരത്തെ പറഞ്ഞ റേറ്റിന്റെ കാര്യം ഇവിടെ നമ്മൾ പറയാത്ത കാര്യം, ഓരോ ജില്ലകളിലും വരാൻ നേരത്തെ റേറ്റിന് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു റേറ്റ് കിട്ടും. പക്ഷേ അത് കോഴിക്കോടായാലും തിരുവനന്തപുരത്തായാലും റേറ്റ് കൂടുതലായിട്ടല്ല, ഓരോ സ്ഥലത്ത് അതിന്റെ റേറ്റ് ഉണ്ട്. പക്ഷെ അത് റേറ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ ഇവരുടെ നമ്പറിൽ, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിനെ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥലത്തേക്ക് മെറ്റീരിയൽ എത്തിയിരിക്കും ഏറ്റവും വിലക്കുറച്ചുള്ള പ്രൈസിൽ. താങ്ക് യു. റൂഫിംഗ് ഷീറ്റുകൾ ഒരുപാട് വെറൈറ്റീസിലുണ്ട്, ഒരുപാട് ക്വാളിറ്റീസിലുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ വീടിന് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻ, ക്വാളിറ്റി, സ്ട്രെങ്ത് ഏതാണെന്നുള്ളത് പറ്റിയത് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. എങ്ങനെയുണ്ടായിരുന്നു ഈ റൂഫിംഗ് ഷീറ്റിനെ കുറിച്ചുള്ള വീഡിയോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.